മനുഷ്യൻ ചില വിശ്വാസങ്ങളുടെ പിൻബലത്തിലാണ് ജീവിക്കുന്നത്. അത്തരം വിശ്വാസങ്ങൾക്ക് മേൽ ചിലർ അതിക്രമിച്ചു കയറുമ്പോൾ ചില വ്യക്തിത്വങ്ങൾ ആ വിശ്വാസികൾക്ക് അത്താണിയാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് വാർത്താപുലരിയിൽ ഇന്ന് അതിഥിയായി ചേരുന്നത്. ശ്രീ SJR കുമാർ, ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനറാണ്. സ്വാഗതം ശ്രീ SJR കുമാർ വാർത്താപുലരിയിലേക്ക്. ഒരു വിശ്വാസ സമൂഹത്തിനുമേൽ അവിശ്വാസികളായ ചിലർ അതിക്രമം നടത്തുന്നു, കടന്നുകയറുന്നു. ഒരു വിശ്വാസിയായി തുടരാൻ ഒരു സാധാരണ വ്യക്തിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ ജനിച്ചു വളരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ നിന്നാണ് നമ്മൾ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ അമ്മയുടെ കൈപിടിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും നാമജപം നടത്തുകയും ആരാധനാക്രമങ്ങളിൽ കൂടെ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പൂർണ്ണമായ ഒരു ആചരണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തി വളർന്നു വരും. ആ അടിസ്ഥാന തത്വത്തിൽ ഊന്നിക്കൊണ്ടാണ് പിന്നീട് നമ്മുടെ ജീവിതം നയിക്കപ്പെടുന്നത്. അതാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയും സംസ്കാരവും നമ്മളെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ സംസ്കാരത്തിൽ നിന്നും എല്ലാം പകർന്നു കിട്ടുന്ന ഇത് തീർച്ചയായിട്ടും അത് ആചരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ വളർന്നു വരുന്ന ആ സാഹചര്യത്തിൽ വളർന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ആചാരപദ്ധതിയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും അവന്റെ വിശ്വാസ സംഹിതകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സാ ഭരിച്ചുകൊണ്ട് മുന്നോട്ടൊരു ജീവിതം നയിക്കും. അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും എല്ലാം നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ശബരിമല വിഷയം എന്ന് പറയുമ്പോൾ അത് ഒരു ഹിന്ദു സമൂഹത്തിന്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഇപ്പോൾ സമൂഹം കാണുന്നത്. വിശ്വാസികൾ മൊത്തം ഈ ഒരു ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് എതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം ശബരിമല വിഷയത്തിലുള്ളത്. ഇവിടെ സർക്കാരിന്റെ ഒരു പിടിവാശി തന്നെയാണ് എന്ന് വേണം നമുക്ക് കാണാൻ. ശബരിമല യുവതീ പ്രവേശനം അത് ശബരിമലയുടെ വിഷയം മാത്രമല്ല എന്ന് തന്നെയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് നമ്മുടെ സംസ്കാരത്തിനെതിരെ വാളോങ്ങുന്ന ഒരു വിഷയം തന്നെയാണ്. ഇത് ശബരിമലയോ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളുടെ വിഷയം മാത്രമല്ല, ഭാരതത്തിന്റെ സംസ്കാരം തകർത്തുകൊണ്ട് സനാതനധർമ്മത്തെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിഗൂഢ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ശബരിമല പ്രശ്നം. കഴിഞ്ഞ കുറേ അധികം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാനും ഭാരതത്തെ തന്നെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള എത്രയോ ആസുരിക ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷവും അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ദൗർഭാഗ്യവശാൽ നമുക്ക് കൂടുതൽ നാളും നമ്മളെ ഭരിക്കപ്പെട്ടത് അത്തരം ശക്തികൾ തന്നെ ആയിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാനായിട്ടുള്ള വിവിധങ്ങളായ ബഹുമുഖങ്ങളായ പദ്ധതികളുടെ ഒരു ഭാഗം മാത്രമാണ് ശബരിമല സ്ത്രീപ്രവേശ വിഷയം. അത് ശബരിമല വിഷയം മാത്രമായിട്ട് കാണണ്ട, ഇത് മൊത്തം നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമാണ്. കാരണം ശബരിമലയുടെ നമുക്ക് പ്രാധാന്യം നമുക്കറിയാം. അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളുമില്ല, ജാതി മത വിവേചനങ്ങൾ യാതൊന്നുമില്ല. അതുപോലെ തന്നെ അടിയാളൻ മേൽക്കോയ്മ അത്തരത്തിൽ യാതൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ ദർശനം നടത്താനും ഈശ്വരനും ഭക്തനും ഒരുപോലെ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന തരത്തിലേക്ക് മറ്റ് അത്തരത്തിലൊരു ക്ഷേത്രം തന്നെ ലോകത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ക്ഷേത്രവിശ്വാസങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്കറിയാം ഭാരതത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളാണ്. വളരെയധികം വൈവിധ്യപൂർണമായ ഭാരതത്തില് പല ഭാഷയും വേഷവും അതുപോലെ തന്നെ പല സംസ്ഥാനവും സംസ്കാരവും ഒക്കെ നിലനിൽക്കുന്ന ഈ ഭാരതത്തിന്റെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു ശക്തി മറ്റൊന്നുമല്ല, ആധ്യാത്മികതയാണ്. ആധ്യാത്മികയുടെ ചരടാണ് ഇന്ന് നമ്മളെ ഒന്നിച്ചു നിർത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആധ്യാത്മികയുടെ ചരട് പൊട്ടിച്ചുകൊണ്ട് ഈ ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഭാരതത്തെ ഛിന്ന ഭിന്നമാക്കുന്നതിനുള്ള ഒരു നിഗൂഢമായ പദ്ധതിയുടെ ഭാഗമാണ് ഈ ശബരിമല. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രശ്നമല്ല, ഭാരതത്തിന്റെ മൊത്തം പ്രശ്നമാണ്, ഈ സമൂഹത്തിന്റെ പ്രശ്നമാണ്. അത്തരത്തിലാണ് ഇന്ന് സമൂഹം അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പലവിധ വിശ്വാസങ്ങളിൽ വിശ്വസിച്ച് അടിസ്ഥാനം അർപ്പിച്ച് ജീവിക്കുന്ന വലിയ ഒരു വിഭാഗം ജനങ്ങൾ, പലതരം ചിന്തകളുള്ള എന്നാൽ എല്ലാത്തിലും ഒരു ഏകത്വം കാണുന്ന വലിയൊരു ജനത
ഒരു സംസ്കാരം, ആ ഭാരത സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഗൂഢശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നു. ശബരിമല അതിനൊരു ഭാഗം മാത്രമാണ്. ഇത്തരത്തിൽ പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടി ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമായി പക്ഷേ ഹിന്ദു സമൂഹം മാറുന്നില്ലേ? തീർച്ചയായിട്ടും അതിന്റെ കാരണം നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ഇന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, നമ്മുടേതായിട്ടുള്ള ഭരണം വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച, നിരന്തരമായിട്ട് മാർജിനലൈസ് ചെയ്യപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായി ഹിന്ദു സമൂഹം മാറി. അത് പ്രത്യേകിച്ചും കേരളത്തിലെ മാറി മാറി വന്ന വിവിധ സർക്കാരുകൾ ഈ മതന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായിട്ട് കണ്ട് അവരെ പ്രീണിപ്പിക്കുന്ന നയത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദു തമസ്കരിക്കപ്പെടുകയായിരുന്നു. ഹിന്ദുവിന്റെ വിചാരങ്ങളെക്കുറിച്ചോ അവന്റെ ചിന്തയെക്കുറിച്ചോ യാതൊരു ബോധ്യവുമില്ലാതെ അവനെ അടിച്ചമർത്താം, ഒരിക്കലും ഒന്നിച്ചൊരു ശക്തിയായിട്ട് അവർ നിലനിൽക്കില്ല എന്നുള്ള ധാരണയിൽ നിരന്തരമായിട്ടുള്ള പാർശ്വവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദു സമൂഹം കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ജനസംഖ്യാപരമായിട്ട് നമുക്ക് നഷ്ടങ്ങളാണ് നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാം നമ്മളെയൊക്കെ പുറകോട്ടടിക്കുന്ന ഒരു നിലപാടായിരുന്നു ഇതുവരെ എടുത്തിരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അജണ്ടയുടെ കൃത്യമായിട്ടൊരു ഭാഗം തന്നെയാണ്. ഈ മാറി മാറി വന്ന കേരളത്തിലെ ഭരണ നേതൃത്വങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത് മറ്റൊന്നും ആയിരുന്നില്ല, ഈ പറഞ്ഞ വിദേശികളായിട്ടുള്ളവരുടെ നിഗൂഢത അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇത്തരം നിയമങ്ങളിൽ കൂടിയും ഭരണതന്ത്രങ്ങളിൽ കൂടിയും എല്ലാം ഹിന്ദുക്കളെ അടിച്ചമർത്തുന്ന ഒരു കാര്യമുണ്ടായത്. പക്ഷേ നമ്മൾ ഇന്ന് ഹിന്ദു തിരിച്ചറിയുന്നു. കാരണം ശബരിമലയിലെ അയ്യപ്പന്റെ ഒരു ശക്തി നമുക്കറിയാം, വളരെയധികം ശക്തിയുള്ളൊരു ദേവനാണ് അയ്യപ്പൻ. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇന്ന ശക്തി തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഹിന്ദു ഇത് തിരിച്ചറിഞ്ഞ് ഉണർന്നു കഴിഞ്ഞു. ഇനിയും ഹിന്ദുവിന്റെ നേരെ ഇത്തരത്തിലുള്ള ഒരു നീചമായ കാര്യങ്ങളും നടക്കാൻ സാധ്യമല്ല എന്ന് ഹിന്ദു ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ശബരിമല വിഷയത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ സ്ത്രീ സമത്വം എന്ന ഒരു വാക്കിനെ കൂട്ടുപിടിച്ചാണ് സർക്കാർ ഈ വിധിക്ക് അനുകൂലമായി നിൽക്കുന്നത്. റിവ്യൂ ഹർജി നൽകില്ല എന്ന് പറയുന്നത് നമുക്കറിയാം. സ്ത്രീകൾ തന്നെയാണ് ഈ വിധിക്കെതിരെ ഒരുപാട് രംഗത്തെത്തിയിരിക്കുന്നതും നാമജപ ഘോഷയാത്രയായിട്ടും പ്രതിഷേധവുമായിട്ടും തെരുവിലിറങ്ങിയതും സ്ത്രീകൾ തന്നെയാണ്. പാർട്ടി CPM അനുഭാവികളായ കുടുംബങ്ങളിൽ നിന്ന് പോലും സ്ത്രീകൾ ഇതിനോട് എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇതിൽ കൃത്യമായ രാഷ്ട്രീയം CPM കളിക്കുന്നു എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കേസിന്റെ ആരംഭം തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഇത് നൌഷാദ് എന്ന ഒരു വ്യക്തി രൂപീകരിച്ച ഈ യങ് ലോയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സംഘടന, അതില് വ്യക്തമായിട്ട് ചില ധാരണകളോടുകൂടിയാണ് ആ സംഘടന പ്രവർത്തിച്ചതെന്നും പിന്നീട് ഈ കേസിന്റെ ഹർജി രൂപീകരണമാകുമ്പോൾ അതിനെക്കുറിച്ച് നടന്ന ചർച്ചകളിൽ പോലും പങ്കാളികളാകാത്തവരെ, അവര് നിഷ്കളങ്കരായ കുറച്ച് വനിതകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ഈ കേസ് ഹർജി സമർപ്പിച്ചതെന്നുമെല്ലാം പിന്നീട് നമുക്ക് ബോധ്യമായി. അഡ്വക്കേറ്റ് പ്രേരണ കുമാരി ഉൾപ്പെടെ മറ്റ് 3 പേരും കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരികയും അവര് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചെല്ലാം നമ്മൾ കേട്ടു. അവർ പറഞ്ഞത് ഈ കേസിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഇവിടെ സ്ത്രീ പ്രവേശത്തിന്റെ വിഷയമോ സ്ത്രീ സമത്വമോ ലിംഗസമത്വത്തിന്റെ ഒന്നും വിഷയമല്ല, ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന തന്നെയുണ്ട്. അത് അന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല, ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അതുകൊണ്ട് ഞങ്ങൾ കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന് 5 വനിതകൾ ഉൾപ്പെട്ടതിൽ നിന്ന് 3 വനിതകളാണ് അതിനകത്ത് പിൻവാങ്ങിയത്. പിന്നീട് ഇങ്ങോട്ട് നടന്ന സംഭവ വികാസങ്ങൾ നമുക്ക് നോക്കിലറിയാം. ഇത് കൃത്യമായിട്ടും ഈ സ്ത്രീ വിവേചനത്തിന്റെയോ ലിംഗസമത്വത്തിന്റെയോ ഒന്നും പ്രശ്നമല്ല എന്നുള്ളത്. തുടർന്ന് ഇങ്ങോട്ട് നടന്ന നാളുകളിൽ ഇതിനെക്കുറിച്ച് ഭാരതത്തില് പ്രത്യേകിച്ച് കേരളത്തിലും ചർച്ചയായതോടുകൂടി എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് പ്രത്യേകമായിട്ടത് ബോധ്യമായി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്നെങ്കിലും വിചാരണ 2015 ആരംഭിച്ചത്. അതിനുശേഷവും അടുത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആ വിചാരണ കൂടുതലായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയതും. ആ സമയത്ത് തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുകയും അതിന് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായി, അമ്മമാരുടെ ഇടയിലും സ്ത്രീജനങ്ങളുടെ ഇടയിലും യുവതികളുടെ ഇടയിലുമെല്ലാം. അതുകൊണ്ട് കൃത്യമായിട്ടും ഇത് ചമയ്ക്കപ്പെട്ട ഒരു കേസാണ്. ഇതിൽ സ്ത്രീ വിവേചനമില്ല. കാരണം ഹിന്ദു സമൂഹം സ്ത്രീകളെ എത്രത്തോളം മഹത്വവൽക്കരിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നാരീ പൂജ നടത്തുന്നുണ്ട്, ദേവീക്ഷേത്രങ്ങൾ, എത്രയോ ദേവീക്ഷേത്രങ്ങളാണ്, എന്തെല്ലാം പ്രത്യേകതകളോടെയാണ്. നമ്മൾ അമ്മ എന്നുള്ള ഒരു സങ്കല്പം തന്നെ എത്രയോ വലുതാണ് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് സ്ത്രീ വിവേചനത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം, അതുപോലെ സനാതന സംസ്കാരം. അവിടെ സ്ത്രീയെ ബഹുമാനിക്കാനായിട്ട് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഈ സ്ത്രീ സമത്വം എന്നുള്ള ലിംഗസമത്വം എന്നുള്ളത് ഒരു ഭരണഘടനാ വിഷയമായിട്ട് കൊണ്ടുവന്നുകൊണ്ട് ഈ സമൂഹത്തെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അടിച്ചമർത്താനൊരു പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ആ സ്ത്രീ സമത്വം ഇല്ല എന്നുള്ളത് നമ്മൾ ഇന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത്രത്തോളം സ്വതന്ത്രമായിട്ട് സ്ത്രീകൾക്ക് അവർക്ക് ജീവിക്കാനും അവരുടെ സംസ്കാരം നിലനിർത്താനും അവരുടെ എല്ലാ പദ്ധതികളും നടത്താനും എല്ലാം പൂർണ്ണമായ അവകാശമുള്ള സംസ്കാരം വേറെ എങ്ങുമില്ല എന്നുള്ളത് നമുക്കറിയാം. അത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല.
തീർച്ചയായിട്ടും ശ്രീ എസ് ജയകുമാർ, ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ശ്രീ എസ് ജെ ആർ കുമാർ, നാരി പൂജ നടത്തുന്ന ഒരു രാഷ്ട്രം, സ്ത്രീയെ അമ്മയായി കാണുന്ന ഒരു രാഷ്ട്രം, രാഷ്ട്രത്തെ അമ്മയായി കാണുന്ന ഒരു വലിയൊരു ജനത, അത്തരം വിശ്വാസങ്ങൾ, സംസ്കാരങ്ങൾ ഒക്കെ ആഘോഷിക്കപ്പെടുമ്പോൾ തന്നെ സ്ത്രീ സമത്വവും ശബരിമലയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ സ്ത്രീ സമത്വം എന്നൊരു ലേബലിംഗ് അതിൽ കൊടുക്കുന്നതിന് പിന്നിൽ, ശബരിമല യുവതീ പ്രവേശനത്തിന് സ്ത്രീ സമത്വം എന്ന ഒരു ലേബൽ ചാർത്തുമ്പോൾ മറ്റെന്തൊക്കെ ഗൂഢലക്ഷ്യങ്ങളാണ് അത്തരം ലേബലിംഗ് നൽകുന്നവർ ആഗ്രഹിക്കുന്നത്? പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട വിഷയം ഈ സമൂഹത്തെ രണ്ടായിട്ട് മാറ്റുക, അല്ലെങ്കിൽ പല തട്ടിലേക്ക് മാറ്റുക എന്നുള്ള ഒരു തത്വമാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധ്യാത്മികതയിൽ കൂടെ ഉള്ള ഈ ഒരു കൂട്ടായ്മയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആധ്യാത്മികത, അതിൻ്റെ എല്ലാം പരിപൂർണ സ്രോതസ്സായ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിന്നിൽ. ഒന്ന്. രണ്ട്, ഈ സമൂഹത്തിലെ അമ്മമാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഘടിതമായ ചിന്ത കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തിയാൽ അവരുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്ന് തെറ്റിദ്ധരിച്ചു അവർ. പക്ഷേ നമ്മുടെ ഭക്തജന സമൂഹം അറിയാം. ഇപ്പൊ തന്നെ കേസിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നൊരു വിഷയം, അതിൽ പറയുന്നത് ശബരിമല എന്നൊരു ക്ഷേത്രം കേരളത്തിലുണ്ട്, ആ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതാണോ സത്യം? ഇന്ന് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് അത്. മറ്റു പല ക്ഷേത്രങ്ങളുണ്ട്, പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ആചാര പദ്ധതികളും വ്യത്യസ്തങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം, പ്രത്യേകിച്ച് താന്ത്രിക വിധി പ്രകാരം സ്ഥാപിക്കപ്പെട്ട ഈ ക്ഷേത്രങ്ങളെല്ലാം, പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം വ്യത്യസ്തമായ ആചാര പദ്ധതികളാണ് നിലനിൽക്കുന്നത്. അവിടെ എല്ലാം വ്യത്യസ്തങ്ങളായ പൂജാവിധികളുണ്ട്, അവിടുത്തെ നിയമങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമാണ്. ഇതുകൊണ്ട് ഈ സ്ത്രീകളെ പ്രത്യേകമായിട്ടൊരു വിഭാഗമായിട്ട് ഈ ശബരിമലയിൽ കാണിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ഈ പറഞ്ഞ സമൂഹത്തിനുള്ളിൽ ഒരു ഛേദനം നടത്താം എന്നാണ് അവർ ധരിച്ചത്. പക്ഷേ അതെല്ലാം മറച്ചുവെക്കപ്പെട്ട സത്യങ്ങളെല്ലാം ഇന്ന് പുറത്തു വന്നുകൊണ്ട് ഇന്ന് ആരുടെയും ഇടയിൽ ആ സംശയമില്ല. കാരണം സ്ത്രീ സമത്വത്തിന്റെ ഭാഗമായിട്ടല്ല ഈ ആചാര പദ്ധതികളൊന്നും രൂപീകരിച്ചതെന്നും സ്ത്രീകളെ കൂടുതൽ ബഹുമാനിക്കുന്ന തരത്തിലാണെന്നും എല്ലാം നമ്മൾ ഈ ശബരിമലയിലെ തന്നെ ഈ പറഞ്ഞ അവിടുത്തെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ശബരിമല ക്ഷേത്രം ഉള്ളതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മാളികപ്പുറത്തമ്മയും ഉണ്ട്. അപ്പോൾ ഈ സ്ത്രീ അസമത്വത്തിന്റെയോ അല്ലെങ്കിൽ സ്ത്രീയെ പരിഗണിക്കാത്തതിന്റെ ഒരു വിഷയം ശബരിമല പോലും ഇല്ലാന്ന് നമുക്ക് കാണാൻ സാധിക്കും. 13-ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. ഒരു അനുകൂല വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം സുപ്രീം കോടതിയിലെ വിധി നമ്മൾ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഉണ്ട്. അത് നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ദു മൽഹോത്രയുടെ വിധിയും ഈ ദീപക് മിശ്രയുടെ വിധിയും പരസ്പര വിരുദ്ധമാണ്. പക്ഷെ ഇവരെല്ലാം കോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. എങ്ങനെയാണ് ഒരു ഒറ്റ ഭരണഘടനയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ തരത്തിൽ ഈ വിധി വന്നത്? അതുകൊണ്ട് തന്നെ ഈ വിധിക്കുള്ളിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വിധി ഇന്ന് പുനഃപരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളും കൂടാതെ പിന്നീട് നടന്ന സംഭവങ്ങൾ, കാരണം ഈ വിധി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി നിലവിൽ വന്നെങ്കിലും ആ ജഡ്ജ്മെന്റ് ഇന്ന് നടപ്പാക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? കാരണം ജനവികാരം അതിനെതിരാണ്, ഭക്തജന വികാരം എതിരാണ്, സമൂഹം അതിനെതിരാണ്. അതുകൊണ്ട് നടപ്പാക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതുകൊണ്ടും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നാമജപ യാത്രകൾ ഉൾപ്പെടെയുള്ള യജ്ഞങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത്രത്തോളം ജനങ്ങൾ ഇതിന്റെ പിന്നിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു ഈ ആചാരത്തിൽ എന്നുള്ളതെല്ലാം തീർച്ചയായിട്ടും സുപ്രീം കോടതിയും അത് കാണും, അത് മാനിക്കും. കൂടാതെ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന വളരെ ആശങ്കാജനകമായ ഒരു സ്ഥിതിയുണ്ട്. കാരണം ഇന്ന് ലോ ആൻഡ് ഓർഡർ പോയിരിക്കുന്നു. ഇന്നൊരു അയ്യപ്പനെ ഇന്നലെ നമ്മൾ കണ്ടു, കാണാതായ ഒരു അയ്യപ്പന്റെ ശവശരീരമാണ് കിട്ടിയത്. ഇത് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനമുറകൾ നമ്മൾ കണ്ടു ഈ 16-ാം തീയതിയും 17-ാം തീയതിയും. ഇന്നലെ നമ്മൾ മനസ്സിലാക്കുന്നത് 18-ാം തീയതിയും 19-ാം തീയതിയും പോലും ശബരിമലയിലെ മല ദർശനം കഴിഞ്ഞ് മലയിറങ്ങി വരുന്നവരെ ഈ ലാഹ നിലയ്ക്കലിനുള്ള കാട്ടുപ്രദേശത്ത് വെച്ച് പോലീസ് തടഞ്ഞു നിർത്തുകയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അവരെ ചിലരെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും ഇന്ന് പത്തനംതിട്ട ആശുപത്രിയിൽ കിടക്കുന്നു. ഈ അങ്ങനെ കസ്റ്റഡിയിലെടുത്ത ഒരു വ്യക്തി കാണാതായത് സംബന്ധിച്ച് പന്തളം പോലീസിലും അതുപോലെ തന്നെ പമ്പ പോലീസിലും പരാതിപ്പെട്ടിട്ട് അവർ അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. 25-ാം തീയതി കുടുംബം പത്തനംതിട്ട SP പരാതി കൊടുത്തു, അന്വേഷിച്ചിട്ടില്ല. ഈ കസ്റ്റഡിയിൽ വെച്ചിട്ട് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് പോലീസുകാരാൽ കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ശവശരീരമാണ് ഇന്നലെ ശിവദാസന്റെ ശവശരീരമായിട്ട് നമുക്ക് ഇന്നലെ ലഭിക്കുന്നത്.
അപ്പൊ ഇത്രത്തോളം ക്രൂരമായ രീതിയിലാണ് ഈ കാര്യം നടപ്പാക്കുന്നത്. ഇതെല്ലാം ഈ നിയമവ്യവസ്ഥ പാടെ തകർന്നിട്ടുണ്ട്. കേരളത്തിലെ പോലീസിന്റെ ക്രൂരമായ മർദ്ദനം, അതുപോലെ തന്നെ ഇത്രത്തോളം ജനസഞ്ചയം ഈ ആചാരപദ്ധതി നിലനിൽക്കണമെന്ന് പറയുമ്പോൾ അതിനെതിരെ കണ്ണടച്ചുകൊണ്ട് ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അവിടെ ഭരണ നേതൃത്വം, പോലീസ്, ഇതെല്ലാം ഈ നിയമവ്യവസ്ഥയെ താറുമാറാക്കി കഴിഞ്ഞു. ദർ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഇൻ കേരള. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മുടെ സർക്കാരും കേന്ദ്ര സർക്കാരും അതുപോലെ ഗവർണറും എല്ലാം ഇത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ദൃഷ്ടിയിൽ ഇത് പെട്ടിട്ടുണ്ട്. കൂടാതെ നമ്മൾ പുതുതായിട്ട് കൊടുത്തിരിക്കുന്ന റിട്ട് ഹർജിയിലുമെല്ലാം ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ നാട്ടിലൊരു നിയമവ്യവസ്ഥ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് സുപ്രീം കോടതി അനുകൂലമായൊരു വിധി തന്നെയായിരിക്കും പുറപ്പെടുവിക്കുക എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ കൃത്യമായി അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന വലിയൊരു വിഭാഗം ജനത നമുക്കിടയിലുണ്ട്. പക്ഷെ പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പലരും നിയമ സംവിധാനങ്ങളെ തകർക്കുക തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്യുന്നത്. ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആ പാർട്ടിയുടെ ഘടനയിൽ തന്നെ സ്ത്രീ സമത്വത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ ഭക്തരെല്ലാം ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെ എന്താണ് കാര്യങ്ങൾ എന്ന്, എന്താണ് യാഥാർത്ഥ്യം എന്ന് ഭക്തർ മനസ്സിലാക്കി കഴിഞ്ഞു. ആ പാർട്ടിയുടെ പൊള്ളത്തരം സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും. കാരണം ഈ പുരോഗമന പ്രസ്ഥാനം എന്ന് വരെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ അരാജകത്വവാദ പ്രസ്ഥാനം എന്ന് മാത്രമേ എനിക്ക് അവരെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന തരത്തില് ഒരു വിഘടിത രൂപം സൃഷ്ടിക്കുകയാണ്. ജനങ്ങളെ വിഘടിപ്പിക്കുന്ന തത്വങ്ങളാണ് ഇവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവരുടെ തത്വസംഹിതയ്ക്കും ലോകത്തിലെങ്ങും നിലനിൽപ്പില്ല എന്ന് നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. അതിന്റെ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ലോകത്തിൽ എനിക്കൊന്ന് അവശേഷിക്കുന്ന ഒരു ഭരണം കേരളത്തിൽ മാത്രമാണ്. അതിന്റെ അവസാന നാളുകളിലേക്കാണ് നീങ്ങുന്നതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഈ തത്വസംഹിത എല്ലാം പഴഞ്ചനാണ്. അവർ പുരോഗമനം എന്ന് പറയുന്നത് എത്രയും പഴഞ്ചനാണെന്നും സംസ്കാരത്തിന് വിരുദ്ധമാണെന്നും അത് വിദേശീയമാണെന്നും തന്നെ നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ ജനങ്ങൾ. ഇന്ന് അതിന്റെ ഭാഗമായിട്ട് യാതൊരു തരത്തിലുള്ള സ്ത്രീ സുരക്ഷയും ഇല്ലാത്തൊരു പാർട്ടി കൂടിയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവും പറയാനോ ചിന്തിക്കാനോ പോലും അവകാശമില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പാർട്ടി നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ജനം തിരിച്ചറിയുന്നു. അത് ഹിന്ദുക്കൾ മാത്രമല്ല, മറ്റ് മതസ്ഥരും ഈ കേരളീയ സമൂഹം ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ചിന്ത അവസാനിപ്പിച്ച് ശാന്തിയും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ സർക്കാർ നീങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിന് നിലനിൽപ്പില്ല എന്ന് തന്നെ ഞാൻ പറയുകയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവതി പ്രവേശന വിധിയിൽ ശക്തമായ ഒരു ജനവികാരം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ സർക്കാർ ഈ വിധി എന്തു വില കൊടുത്തും നടപ്പിലാക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ രണ്ടാം പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഏത് രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത്? നമ്മൾ കഴിഞ്ഞ 28-ാം തീയതി ആരംഭിച്ച വിവിധങ്ങളായ പ്രക്ഷോഭ പദ്ധതികൾ, പരിപാടികൾ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സംഘടനകൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഈ പല വിവിധങ്ങളായ ചിന്തകൾ, വ്യത്യസ്തങ്ങളായ ചിന്താധാരകളിൽ കൂടെ പ്രവർത്തിച്ചവർ പോലും ഈ ഒരു കാര്യത്തിൽ ഒന്നിച്ചു കൂടിക്കൊണ്ടാണ് ഇന്ന് കർമ്മസമിതിയോടൊപ്പം ഈ പ്രക്ഷോഭത്തിൽ, ഈ സമാധാനപരമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിൽ, സഹന സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വിജയത്തിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ വരാൻ പോകുന്ന പരിപാടികളിൽ നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ വളരെ 10 മടങ്ങ് പങ്കാളിത്തമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പല പരിപാടികളുണ്ടെങ്കിലും അതിന് അതിപ്രധാനമായ ഒരു കാര്യം, ഈ 5, 6 തീയതികളിൽ നട തുറന്നിരിക്കുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ ഭക്തജനങ്ങളും ഉണർന്നിരിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ 5-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന ഒരു അഖണ്ഡ നാമജപ യജ്ഞം നടക്കുന്നുണ്ട്. 5-ാം തീയതി 3 മണിക്ക് ആരംഭിച്ച് 6-ാം തീയതി രാത്രി നട അടയ്ക്കുന്നത് വരെ കേരളത്തിലെ 200-ൽ പരം സ്ഥലങ്ങളിൽ, അതിനപ്പുറം ഉണ്ടാകും സ്ഥലങ്ങളിൽ രാത്രി അഖണ്ഡമായിട്ട്, രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഈ ഭക്തജനങ്ങൾ ഉണർന്നിരുന്നുകൊണ്ട് ഈ ആചാരലംഘനം ഉണ്ടാവല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന തരത്തിലേക്ക് കേരളം മൊത്തത്തിൽ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് 5 മാസം സംബന്ധിച്ച്. കൂടാതെ ഗൃഹസമ്പർക്കം, നമ്മുടെ ഉപ്പുശേഖരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10, 11, 12 തീയതികളിൽ ഈ വിശ്വാസ സംരക്ഷണ സമ്മേളനങ്ങളാണ്. അത് എല്ലാ റവന്യൂ ജില്ലകളിലും 1,00,000 പേരെ വീതം ഓരോ റവന്യൂ ജില്ലകളിലും പങ്കെടുപ്പിച്ചുകൊണ്ട് 10, 11, 12 തീയതികളിൽ കേരളത്തിലെ എല്ലാ റവന്യൂ ജില്ലകളിലും ഈ വിശ്വാസ സംരക്ഷണ സമ്മേളനങ്ങൾ നടക്കും. അത്തരത്തില് നമ്മൾ വിവിധങ്ങളായ പദ്ധതികളാണ് പ്രവർത്തനത്തിൽ വരുന്നത്. നമ്മൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള വിഷയം, ഇന്ന് കേരളത്തിലെ എല്ലാ ഭക്തജനങ്ങളും
അത് ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായിട്ട് ഇന്ന് ഒന്നിച്ചാണ് നമ്മൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവിടെ പ്രത്യേകിച്ചൊരു മുദ്രാവാക്യമില്ല, അവിടെ പ്രത്യേകിച്ച് ഒരു പ്ലാക്കാർഡില്ല, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കൊടിച്ചിഹ്നങ്ങളില്ല. എല്ലാവരും ഒന്നിച്ച് ഈ ശരണമന്ത്രം മാത്രം വിളങ്ങുന്ന ഒരു വളരെ വ്യത്യസ്തമായ തരത്തിലാണ് കേരളം ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വിജയം കാണും. അത് ഈ കേരള സർക്കാരിന് പിടിച്ചാൽ കിട്ടുന്ന തരത്തിലേക്കല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ യാതൊരു സംശയമില്ല. യാതൊരു കാരണവശാലും ശബരിമലയിൽ ആചാരലംഘനം ഉണ്ടാകില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറയുകയാണ്. അത്തരത്തിൽ ആചാരലംഘനങ്ങൾ നടത്താനുള്ള ഗൂഢശക്തികളുടെ ശ്രമങ്ങളെല്ലാം ഭക്തരുടെ ഐക്യത്തോടെ അവരുടെ സഹന സമരത്തിലൂടെ പരാജയപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി വാർത്താപുലരിയിൽ അതിഥിയായി പങ്കെടുത്തതിന്.